നമ്മുടെ കയ്യിലിരിക്കുന്ന മാനുഷികമായ തുരുത്തികൾ ശൂന്യമാകുമ്പോൾ ഒട്ടും നിരാശപ്പെടണ്ട. അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതി വെളിപ്പെടാനുണ്ടെന്ന് മനസ്സിലാക്കുക. മാനുഷികമായ തുരുത്തിക്കകത്തുള്ള വെള്ളം വറ്റിപ്പോകുമ്പോൾ ഉയരത്തിലെ നീരുറവ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് തുറക്കും. ചില തുരുത്തികൾ വറ്റിപ്പോകുമ്പോൾ ഇനി എന്ത് എന്നോർത്ത് നിരാശപ്പെട്ട് മരുഭൂമിക്കകത്തിരുന്ന് കരയുന്ന ഹാഗാറിന് വേണ്ടി സ്വർഗത്തിൻ്റെ നീരുറവ കർത്താവ് തുറന്നു. മരുഭൂമിയും സാഹചര്യങ്ങളും പറഞ്ഞു, ഈ മരുഭൂമി കൊണ്ട് ഇവളുടെ ജീവിതം തീർന്നു, ഇവളുടെ കുഞ്ഞിൻ്റെ ജീവിതം തീർന്നു. മരുഭൂമിക്കകത്ത് വെള്ളം കിട്ടാതെ കുഞ്ഞ് മരിച്ചു പോകുമെന്ന്. പക്ഷെ കർത്താവ് പറഞ്ഞു, ഇല്ല, മരുഭൂമിക്കകത്ത് ഒരിക്കലും വറ്റാത്ത മനുഷ്യൻ തരുന്ന സാഹചര്യത്തിനപ്പുറമായത് എന്തോ ഒന്ന് നിനക്ക് വേണ്ടി തുറക്കുവാൻ കർത്താവ് ഇറങ്ങി വരും. തുരുത്തി അല്പം കഴിയുമ്പോൾ വറ്റിപ്പോകും. കർത്താവ് തുറന്നാൽ നിനക്ക് ആവശ്യത്തിനപ്പുറമായത് ദൈവം നിനക്ക് വേണ്ടി തുറന്നു തരും. ഈ പകൽക്കാലം ഈ ദൂതിനെ ആമേൻ പറഞ്ഞ് സ്വീകരിക്കുവാൻ പറ്റുമെങ്കിൽ സ്വീകരിക്കുക. ചില മാനുഷിക കരങ്ങളെ നോക്കി മാനുഷികമായ സഹായങ്ങൾ വറ്റിപ്പോയപ്പോൾ നിങ്ങൾ ആശ്രയിച്ച കരങ്ങൾ ഹല്ലേലൂയ ഇപ്പോൾ നിനക്ക് വേണ്ടി തുറക്കാതെ ഇരിക്കുമ്പോൾ ഈ ദൂത് കേൾക്കുന്ന ആരോടോ ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാണ്. ചില തലമുറകളുടെ ഭാവിയുടെ വഴി അടഞ്ഞെന്ന് പറഞ്ഞ് അടുത്ത സ്റ്റെപ്പ് എടുത്ത് വെക്കുവാൻ കഴിയാതെ ഭാരത്തിലിരിക്കുന്ന ആരോ ഇന്ന് പകൽ എന്നെ കേൾക്കുന്നു. ഇന്ന് ഞാൻ അവരോട് വിളിച്ചു പറയട്ടെ, മനുഷ്യരിൽ നിങ്ങൾ ആശ്രയം വെക്കുമ്പോൾ ആ തുരുത്തി അണഞ്ഞു പോകും, ആ തുരുത്തി തീർന്നു പോകും, ആ തുരുത്തിയിലെ വെള്ളം വറ്റിപ്പോകും. പക്ഷെ ഉയരത്തിലേക്ക് നിങ്ങൾ ആശ്രയം വെക്കുന്നെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി തുറക്കും. സാഹചര്യങ്ങളെ നോക്കണ്ട, സാധ്യതകളെ നോക്കണ്ട, എന്ത് ചെയ്യണമെന്നറിയാതെ പണമില്ലാതെ നിരാശപ്പെട്ട് വേദനപ്പെട്ട് സങ്കടത്തിലിരിക്കുന്ന ആർക്കോ വേണ്ടി കർത്താവ് ഇന്ന് പുതിയ ചില ഉറവകളെ തുറക്കുകയാണ്. ഈ മാസം മനുഷ്യർ തന്നതിനെ അസ്തമിച്ചെന്ന് പറഞ്ഞെടുത്ത് ദൈവം നിങ്ങൾക്ക് വേണ്ടി ചില ഉറവകൾ തുറക്കുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ കരം കൊടുക്കുവാൻ സാഹചര്യമില്ലാതെ പണമില്ലാതെ അപമാനിക്കപ്പെട്ട് തല കുനിച്ച് നിൽക്കുന്ന സാഹചര്യത്തിൽ കർത്താവ് പറഞ്ഞൊരു ദൂതുണ്ട്, ഞാൻ മത്സ്യത്തിന്റെ വായിൽ നിനക്ക് വേണ്ടിയുള്ളത് കരുതി വെച്ചിട്ടുണ്ട്. ചെന്ന് ചൂണ്ടയിട്ട് പിടിച്ചു കൊണ്ടുവാ, നിനക്കും എനിക്കുമുള്ളത് ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. നീ ആരുടെയും മുന്നിൽ തല കുനിക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. ചിന്തിക്കാൻ പറ്റുന്നതിലപ്പുറമായി, നിനക്ക് നിരൂപിക്കാൻ കഴിയുന്നതിലപ്പുറമായി ദൈവം നിനക്ക് വേണ്ടി അവിടെ ചില ഉറവകളെ തുറന്നു കേൾക്കുകയാണ്. ആർക്കോ വേണ്ടി ഇന്ന് രാത്രി, ഇന്ന് പകല് കർത്താവ് നിങ്ങൾ ഈ ഈ ദൂത് നിങ്ങൾ കേൾക്കുന്ന ടൈമില് കർത്താവ് നിനക്ക് വേണ്ടി കണ്ണു തുറന്നു നോക്കുമ്പോൾ, എന്തോ പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ പറയുന്നു, നീ കണ്ണു തുറന്നു നോക്കുമ്പോൾ ദൈവം തുറക്കുന്ന നീരുറവ കാണുവാൻ പോകുന്നു. ഈ ദൂതിനെ ആമേൻ പറഞ്ഞ് സ്വീകരിക്കുക. എന്നിട്ട് വായ തുറന്ന് പറയുക, ഞാൻ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ അടുത്ത സെക്കൻഡിൽ എനിക്ക് തുറക്കുന്ന നീരുറവ ഞാൻ കാണാൻ പോകുകയാണ്. എനിക്ക് വേണ്ടി ചെയ്തത് ദൈവം വെളിപ്പെടുത്തിയത്, ദൈവം തുറന്നു തരുന്നത് ഞാൻ അനുഭവിക്കാൻ പോകുകയാണ്. മത്സ്യത്തിന്റെ വായിലാണെങ്കിലും എനിക്ക് വേണ്ടിയുള്ളത് കരുതി എന്നെ മാനിക്കുന്നൊരു കർത്താവുണ്ട്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, മാനുഷിക തുരുത്തികൾ ഹല്ലേലൂയ ഒഴിഞ്ഞു പോകുമ്പോൾ, മാനുഷിക തുരുത്തികൾ വറ്റിപ്പോയപ്പോൾ ഒട്ടും നിരാശപ്പെടേണ്ട. അടുത്ത സെക്കൻഡിൽ നിങ്ങൾ കാണാൻ പോകുന്നത് കർത്താവിൻ്റെ കരുതലിൻ്റെ നീരുറവയാണ്. ആമേൻ പറഞ്ഞ് സ്വീകരിക്കുക. ഗോഡ് ബ്ലെസ് യു.